ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് തപസ്കാലത്തിലെ 4-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 40 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അതിനോട് തർക്കങ്ങൾ ഉണ്ടാവുകയും ഈശോയെ പിടിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമവും ഒക്കെയാണ് നമ്മൾ ഈ സുവിശേഷങ്ങളിലൊക്കെ വായിച്ചു കേൾക്കുന്നത്. ഇവിടെ ഈശോ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കേട്ടവർ വന്ന് ഈ ഫരിസേയരോടൊക്കെ വിവരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ചോണ്ട് വന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇങ്ങനെയാണ്, എന്തുകൊണ്ട് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന് അവർ ചോദിക്കുമ്പോൾ അവർ മറുപടി പറയുന്നു, അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല, അവൻ സംസാരിക്കുന്ന പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഇവരിങ്ങനെ തിരിച്ചു പറയുകയാണ്, നിയമം അറിഞ്ഞൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കുറ്റം പറയുക, അതായത് അവനെ പിടിക്കണം, കൊല്ലണം, ഇതാണ് അവരുടെ ഉദ്ദേശം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഈ സാൻഹദ്രീൻ സംഘത്തിൽ, ഈ ഫരിസേയരുടെ ഈ ഒരു നിയമ പണ്ഡിതരുടെ ഈ സംഘത്തിൽ നിന്നും ഒരാള് കയറി ഇടപെടുകയാണ്. മറ്റാരില്ല, അത് നിക്കദേമൂസ് ഇങ്ങനെ വളരെ ശക്തമായ രീതിയിൽ എന്നെ എതിർക്കുന്നുണ്ട്. അയാള് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു നിയമ വ്യവസ്ഥയാണ് അയാൾ പറയുന്നത്. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ഇതാണ് ഇയാൾ ചോദിക്കുന്നത്. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അത് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇവരെല്ലാം പിരിഞ്ഞു പോവുകയാണ്. അപ്പൊ ഇത് ഒരു നിയമപരമായ ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം നിക്കദേമൂസ് ചോദിക്കുമ്പോൾ നിക്കദേമൂസ് ഈശോ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശോ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായിട്ടും നിക്കദേമൂസിനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 സ്ഥലങ്ങളിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. 3-ാമത്തെ അധ്യായത്തിലും 7-ാമത്തെ അധ്യായത്തിലും 19-ാമത്തെ അധ്യായത്തിലും. ഇവിടെ ഈ നിക്കദേമൂസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഇടപെട്ട് തുടങ്ങുന്ന ആദ്യത്തെ സന്ദർഭം രാത്രിയിൽ യഹൂദ പ്രമാണികളിൽ ഒരുവനായ നിക്കദേമൂസ് ഈശോയെ തിരക്കി പോവുകയാണ്. ഈശോയുമായിട്ടുള്ള സംഭാഷണം, യോഹന്നാന്റെ സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 സംഭാഷണങ്ങൾ, ഏറ്റവും ദൈർഘ്യമേറിയ സംഭാഷണം എന്ന് പറയുന്ന സമരിയാക്കാരിയായിട്ടുള്ള സംഭാഷണവും 4-ാം അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ നിക്കദേമൂസുമായിട്ടുള്ള സംഭാഷണം. ഈ 2 സംഭാഷണങ്ങളിലൂടെ യോഹന്നാന്റെ സുവിശേഷത്തിലെ ദൈവശാസ്ത്രം മുഴുവനും വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിക്കദേമൂസ് എന്ന് പറയുമ്പോൾ വിക്ടറി ഓഫ് ദ പീപ്പിൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, ജനങ്ങളുടെ വിജയം. അപ്പൊ യഥാർത്ഥത്തില് ക്രിസ്തുവിനെ കേട്ട് കണ്ട് മനസ്സിലാക്കിയ ജനങ്ങളുടെ ക്രിസ്തുവിനുള്ള വിജയം, അതാണ് ആ പേരിന്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കി. നിക്കദേമൂസ് എന്ന വാക്കിന്റെ അർത്ഥം വിക്ടറി ഓഫ് പീപ്പിൾ എന്നാണ്. നമ്മള് ഈ 19-ാമത്തെ അധ്യായത്തില് നിക്കദേമൂസിനെ കാണുന്ന സംഭവം എന്ന് പറയുന്നത് 19-ാം അധ്യായം 39-ാം വാക്യമാണ്. 19-ാം അധ്യായം 39-ാം വാക്യം പറയുന്നത്, യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്നു യേശുവിനെ കണ്ട് മനസ്സിലാക്കിയ നിക്കദേമൂസ് അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന് ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യം അവൻ കൊണ്ടുവന്നിരുന്നു. നമ്മളിതിനെക്കുറിച്ച് മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. ഈ 100 റാത്തൽ സുഗന്ധക്കൂട്ടുമായിട്ട് നിക്കദേമൂസ് വന്നു എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുള്ളത്, നമ്മൾ ബെനഡിക്ട് പാപ്പായുടെ ജീസസ് ഓഫ് നസ്രത്ത് എന്ന പുസ്തകത്തിനകത്തൊക്കെ അത് പറയുന്നുണ്ട്. ഈ ഒരു രാജാവ് മരിച്ചാൽ ഔപചാരികമായിട്ട് അതിന്റെ മൃതസംസ്കാര കർമ്മത്തിന് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യത്തിന്റെ കണക്കാണ് ഈ 100 റാത്തൽ എന്ന് പറയുന്നത്. അപ്പൊ അയാൾക്ക് ഇതിനർത്ഥം, രാത്രിയിൽ ഈശോയെ ചെന്ന് കണ്ട നിക്കദേമൂസിന് ബോധ്യമുണ്ട്, ഇവൻ രാജാവാണ്, ഇവൻ അധികാരിയാണ്, ഇവൻ ദൈവമാണ്, ദൈവികമായ രാജത്വ അധികാരമുള്ള ഒരു വ്യക്തിയാണ് ഈശോ എന്ന് അയാൾക്ക് ആ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി എന്താണ് ഇവർ തമ്മിൽ സംസാരിച്ചത്? നമ്മൾ ആ സംഭാഷണമൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഇങ്ങനെ ഈശോയോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഈശോ പറയുന്നുണ്ട്, സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. അപ്പോൾ ഇയാൾ ചോദിക്കുന്നു, ഇത്രയും പ്രായമായ ഞാൻ അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണെന്നുള്ള സംശയം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈശോ പറയാണ്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, ഈ ആത്മാവിലുള്ള ജനനത്തെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആത്മാവിലുള്ള ജനനം നിനക്ക് നൽകുവാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് 3-ാം അധ്യായത്തിലെ 15-ാം വാക്യം നമ്മൾ കാണുന്നുണ്ട്. സത്യത്തില് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഈശോയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നു, ഒരുവന് പറയാനുള്ളത് കേൾക്കുകയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന വാക്യം എന്ന് പറയുന്നത് 7-ാം അധ്യായത്തിലെ 51-ാം വാക്യമാണ്. 51-ാം വാക്യം. ഇനി ഇതിനു മുമ്പ് ഇദ്ദേഹം കാണുന്ന 3-ാം അധ്യായത്തുമ്പോൾ
51 എന്നുള്ളത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 15, 3-ാമത്തെ അധ്യായത്തിലെ 15-ാം വാക്യമാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ആ വാക്യം ഇങ്ങനെയാണ്. ഈശോ സംസാരിക്കുകയാണ്. ഈ നിക്കോദെമോസിനോട് സംസാരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയവർ, അത് 14-ാം വാക്യമാണ്. 15-ാം വാക്യം ഇങ്ങനെ പറയും, തന്നിൽ വിശ്വസിക്കുന്നവര് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊക്കെ ഈ തൻ്റെ പീഡാസഹനത്തെ മരണത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, 3 പ്രവചനമുണ്ട്. ഈ 3 പ്രവചനങ്ങളൊക്കെ പറയുന്ന സന്ദർഭമൊക്കെ വരുന്നത് പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ടാണ്. പക്ഷെ സുവിശേഷം ആരംഭിച്ച 3-ാം അധ്യായത്തിൽ തന്നെ തൻ്റെ മരണത്തെക്കുറിച്ച്, ഹുബ്സയോ ഉയർത്തപ്പെടൽ വെച്ചാൽ മരണത്തിലൂടെ ഉള്ള ഈ കുരിശുമരത്തിൽ ഉയർത്തപ്പെട്ടു എന്നുള്ളതുകൊണ്ട്, കല്ലറയിൽ നിന്നും ഉയർത്തു എന്നുള്ളതുകൊണ്ട്, സ്വർഗാരോഹണം എന്നുള്ള ഉയർത്തപ്പെടലും ഉണ്ട്. അങ്ങനെ ഉയർത്തപ്പെടൽ എന്ന വാക്ക്, ഹുബ്സയോ എന്ന് പറയപ്പെടുന്ന ഉയർത്തപ്പെടൽ, അതിനെ സൂചിപ്പിക്കുന്ന വാക്യമാണ് 15-ാം വാക്യം. തന്നിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന ആ തൻ്റെ മരണത്തെയും ഉയർപ്പിനെയും ഒക്കെ സംബന്ധിക്കുന്ന വളരെ മനോഹരമായ പ്രവചനാത്മകമായ വാക്യം ഈശോ സുവിശേഷത്തിന്റെ ആരംഭത്തിലെ നിക്കോദെമോസിനോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത് നിക്കോദെമോസ് കേട്ടു എന്ന് നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും. 19-ാമത്തെ അധ്യായം 39-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിക്കോദെമോസ് ഈശോയെ കണ്ടു, രാത്രി ചെന്ന് കണ്ടു, കേൾക്കുകയും കാണുകയും ചെയ്തു. അത് 2 അറ്റങ്ങളിനായിട്ട് കാണും. 3-ാം അധ്യായത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണും. ഇനി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് നിക്കോദെമോസ് വ്യക്തമായിട്ട് പറയാണ്, ഒരുവന് പറയാനുള്ളത് കേൾക്കുകയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കുവാൻ നമുക്ക് നിയമം അനുവദിക്കുന്നുണ്ട്. അവനെ കാണുകയും കേൾക്കുകയും ചെയ്യാതെ അവനെ വിധിക്കാൻ നമുക്ക് പറ്റുമോ? ഞാൻ അവനെ കണ്ടിട്ടുണ്ട്, ഞാൻ അവനെ കേട്ടിട്ടുണ്ട്, എനിക്ക് അവനെ അറിയാം, അവനാണ് രാജാവ്. ഇതാണ് നിക്കോദെമോസിന്റെ ബോധ്യം. അപ്പൊ ഇത് വ്യക്തമായിട്ടും പീഡാസഹനത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും ബോധ്യമുള്ളവന് ക്രിസ്തുവിന്റെ പക്ഷത്താണ്. അവന് മാത്രമേ ക്രിസ്തുവിനെ രക്ഷകനായി കാണാനും ആരാധിക്കാനും സാധിക്കുകയുള്ളൂ, പിൻചെല്ലാനും സാധിക്കുകയുള്ളൂ. അതാണ് നിക്കോദെമോസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അപ്പൊ നിക്കോദെമോസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ ഉണ്ട്, ആക്ട്സ് ഓഫ് പൈലറ്റ് എന്നൊക്കെ പറയുന്നത്. പൈലറ്റിന്റെ ഈ പന്തിയോസ് പിലാത്തോസിന്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു പേരുകൂടിയായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് അപ്പോക്രിഫൽ പുസ്തകമാണ്. ബൈബിളിന്റെ 73 പുസ്തകങ്ങൾക്കുള്ളിൽ പെടുന്നില്ല. അതിന് പുറത്തുള്ള ഒരു 4-5 നൂറ്റാണ്ടുകളിലൊക്കെ പ്രചാരത്തിൽ വന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് ഇങ്ങനെ ഈശോയുടെ ട്രയൽ, ഈശോയുടെ വിചാരണയും മരണവും അതിനുശേഷമുള്ള കാര്യങ്ങളും സാത്താനുമേലുള്ള വിജയവും ആത്മാക്കളെ തിരിച്ചു പിടിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ആ പുസ്തകത്തിനകത്ത് പറയുന്നത്. അങ്ങനെ ഒരു പുസ്തകത്തിന്റെ പേരുണ്ട്. പക്ഷെ നമുക്ക് ആ പുസ്തകത്തിന്റെ പേര് ആയിട്ടല്ല നമ്മൾ ഇത് എടുക്കുന്നത്. ഈ നിക്കോദെമോസ് പകർന്നു നൽകുന്ന ഒരു സുവിശേഷമുണ്ട്. ഈ രാത്രിയിൽ തൻ്റെ ജീവിതത്തിൽ ഇരുട്ടായിരിക്കെ ആ ഗുരുവിനെ തിരക്കിപ്പോയി, ഗുരുവിനോട് സംസാരിച്ചു, ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടു, ഗുരു പറഞ്ഞ അവന്റെ ഉയർത്തപ്പെടൽ, അതായത് മരണത്തിന്റെയും കുരിശു മരണത്തിന്റെയും കല്ലറയിൽ നിന്നുള്ള ഉയർപ്പിന്റെയും ആ ഉയർത്തപ്പെടലിനെ കുറിച്ച് ഈശോ നേരിട്ട് ഈ മനുഷ്യന് പറഞ്ഞു കൊടുത്തു. അത് കാണുകയും കേൾക്കുകയും ചെയ്ത ഈ മനുഷ്യൻ ഈശോയെ രാജാവായി സ്വീകരിച്ചു. ആ രാജ്യത്വം അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അടക്ക സമയത്ത് 100 രാത്രി സുഗന്ധക്കൂട്ടുമായിട്ട് വരുന്നത്. അതിനേക്കാൾ ഉപരി ഈശോയ്ക്കെതിരെ ഈ സാൻഹദ്രീൻ സംഘം ഗൂഢാലോചന നടത്തുമ്പോൾ ധൈര്യസമേതം കയറി ഇടപെടുകയാണ്. നമ്മുടെ നിയമം ഇത് അനുവദിക്കുന്നില്ല. ഒരുവൻ പറയാനുള്ളത് കേൾക്കുകയും അവൻ ചെയ്തത് കാണുകയും ചെയ്തല്ലാതെ അവനെ വിധിക്കാൻ ആര് പറഞ്ഞു? അത് നമ്മുടെ നിയമത്തിൽ പെടുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഗൂഢാലോചനയെ തകർത്ത് കളയാൻ തക്ക ധൈര്യം കാണിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനായിട്ട് വേണം നമ്മൾ നിക്കോദെമോസിനെ കാണാനായിട്ട്. കാരണം നമുക്ക് മറ്റു 12 പേരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് താനായിരിക്കുന്ന സമൂഹത്തിൽ ഈശോയെ പ്രഘോഷിച്ച വ്യക്തി എന്നാണ് നിക്കോദെമോസിനെ കാണേണ്ടത്. വിക്ടറി ഓഫ് പീപ്പിൾ എന്ന അർത്ഥം വരുന്ന നിക്കോദെമോസിനെ നമ്മൾ കാണേണ്ടത്. അപ്പൊ നിക്കോദെമോസ് പകർന്നു നൽകുന്ന ഈ സുന്ദരമായിട്ടുള്ള പാഠം നമുക്ക് ഉൾക്കൊള്ളാം. ക്രിസ്തുവാണ് തൻ്റെ കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും ഈ 2 തരം ഉയർത്തപ്പെടലിലൂടെ നമ്മൾ രക്ഷിച്ചു. ആ 2 തരം ഉയർത്തപ്പെടൽ ഹുബ്സയാണ് നമ്മൾ ദിവ്യകാരുണ്യം ദിവ്യബലി സമയത്ത് ഉയർത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ആ ദിവ്യകാരുണ്യം ഉയർത്തുമ്പോൾ ഈ 2 ഉയർത്തപ്പെടലുകളും, 2 അല്ല 3 ഉയർത്തപ്പെടലുണ്ട് അതിനകത്ത്. കുരിശിൽ ഉയർത്തപ്പെട്ടു, കല്ലറയിൽ നിന്ന് ഉയർത്തു, സ്വർഗാരോഹണം. വിശ്വാസത്തിന്റെ മഹാരഹസ്യമാണ് ഇത് കണക്റ്റഡ് ആവുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ക്രിസ്തു യേശുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവനെ രക്ഷകനായി സ്വീകരിച്ച നിക്കോദെമോസ് ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്ന ഈ പാഠം ഈ തപസ്സാചരണത്തിൽ നമുക്കും ഉൾക്കൊള്ളാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.